അമ്മ എന്നെടുക്കുവോ? ഞാൻ ഇച്ചിരി തക്കാളിക്ക് പറിക്കുവാണ്, പച്ചത്തക്കാളി. അമ്മയ്ക്ക് തക്കാളി ഉണ്ടായില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നേ. അപ്പം ആ മഴയൊക്കെ വലിയ മഴയൊക്കെ തുറന്നപ്പോൾ നന്നായിട്ട് പിന്നെ തക്കാളിയൊക്കെ കായ്ച്ചു കേട്ടോ. ഈ പച്ചത്തക്കാളി പറിക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചെമ്മീനിട്ട് തോരൻ വെച്ചാൽ സൂപ്പർ കേട്ടോ. കാട്ടിത്തരാം. ഇത്തിരി പറിച്ചെടുക്കട്ടെ കേട്ടോ. ഈ തക്കാളിയുടെ ഇലയ്ക്ക് ഒരു സ്മെല്ലുണ്ടടാ. ഓക്കെ ഓക്കെ, സ്മെല്ല് വേറെയല്ലേ, ഒരു ബാഡ് സ്മെല്ലല്ലേ. അതാണ് വിഷയം. ഞാനങ്ങനെ പഴുപ്പിക്കാൻ നിർത്താറില്ല കേട്ടോ. പച്ചക്ക് ഇത് തന്നെയാണെങ്കിലും ഇച്ചിരി തേങ്ങയും സവോളയും നന്നായിട്ട് മുളകും ചേർത്ത് തോരൻ വെക്കാറുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യണ ഇച്ചിരി ചെമ്മീനും കൂടെ ഇട്ട് ഉണ്ടാക്കണയാണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. അത് നോക്കിക്കേ, തക്കാളിയൊക്കെ ഓണത്തിന് ഇഷ്ടംമാതിരി പറിച്ചായിരുന്നു കേട്ടോ. വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്, ഇഷ്ടമാതിരി ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഇതാണ്ട കോവലിന് പന്തലിട്ട് പന്തലിൻ്റെ മേളിക്കൂടെയൊക്കെ കയറി ചെയ്ത് നോക്കി കായ്ക്കുന്നുണ്ട്, ഇഷ്ടമാതിരി കായ്ക്കുന്നുണ്ട്. അവിടെയൊക്കെ കായ്ച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. വെയിലുള്ളതുകൊണ്ട് നന്നായിട്ട് കായ്ക്കും. എനിക്ക് ഈ പഴുത്ത് വന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് തന്നെ പറിക്കും. നമ്മുടെ ബ്രിഞ്ചാളൊക്കെ, ഇതേ കിടന്ന ബ്രിഞ്ചാളൊക്കെ അവൾ പൊന്നൂസ് ഇങ്ങനെ പിരിച്ച് പറിച്ചെടുക്കുകയും ഞാൻ ഇന്നലെ തോരൻ വെച്ചു. ഇതാണ്ടോ ഇതിലൊക്കെ ഉണ്ട്, ബ്രിഞ്ചാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നമ്മൾ പറിച്ചെടുത്തു. നമ്മളെ ബീൻസും കാര്യങ്ങളൊക്കെ പോയിട്ടോ, എല്ലാം ഉണങ്ങിപ്പോയി. അതൊക്കെ ഇനി മാറ്റണം, അവിടെ വല്ലതും നടണം. ഇത് നമ്മുടെ തന്നെ വാളപ്പയറല്ലല്ലോ, ഒരു പയറില്ലേ, പയറിൻ്റെ പേര് മറന്നുപോയി. ആ പയറായത് കണ്ടോ, ആർത്ത് കയറിയിട്ടുണ്ട്. പൂവൊക്കെ ഇഷ്ടമാതിരി ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കായ്ച്ചോളും, കാരണം വെയിലുള്ളതുകൊണ്ട് ഉണ്ടോ. അതുണ്ടായി വരുമ്പോൾ കാട്ടിത്തരാവേ കണ്ട മുട്ടൊക്കെ ഉണ്ടാവണത്, പൂവൊക്കെ നിൽക്കണുണ്ടോ. അതാ ഒരു പയറാണ്, എന്നെ വാളപ്പയറോ എന്തോ ഒരു എനിക്ക് കറക്റ്റ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഞാനിപ്പം അങ്ങ് മറന്നുപോയി പെട്ടെന്ന്. നമ്മുടെ ഈ മഴയുടെ ഇതൊക്കെ മാറി കണ്ടോ, രാവിലെ നല്ല തെളിച്ചാട്ടോ, നന്നായിട്ട് തെളിഞ്ഞു. മഴ ഇതൊക്കെ അത്യാവശ്യമൊക്കെ പോയി. മേഘമൊക്കെ കണ്ടോ നല്ല തെളിഞ്ഞ് നിൽക്കണം. രാവിലെയാണ്. ഞാൻ തക്കാളി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ചെറിയ കൊത്തി അരിഞ്ഞെടുത്തിട്ടു. അതിലേക്ക് സവോള ഇട്ട് കൊടുത്തു, പിന്നെ പച്ചമുളക് കണ്ടോ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഒരമുറി തേങ്ങ ചിരണ്ടിയതിൻ്റെ കൂടെ കുറച്ച് തക്കാളിയുടെ ഒരു 1/4 ഭാഗം ചെമ്മീൻ മതിയിട്ട്. എനിക്ക് ചെമ്മീൻ മുഴുവനായിട്ട് കിടക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആ തേങ്ങയുടെ കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീരെ പൊടിഞ്ഞ് പോയിട്ടില്ല, എന്നാലും ഇതാണ്ടാവും. എനിക്ക് ആ ചെമ്മീൻ ഫുള്ളായിട്ട് കടിക്കണേ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഉപ്പ് വേണ്ട, കാരണം ഇതിന് നല്ല തക്കാളിക്ക് നല്ല പുളിയല്ലേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തക്കാളിയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കാനും സവോളയും മുളകും തേങ്ങയും ചെമ്മീനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. എനിക്ക് ഈ കോവയ്ക്കയുടെ കൂടെയും അങ്ങനെ തക്കാളിയുടെ കൂടെയൊക്കെ ചെമ്മീൻ ഇട്ട് ഇങ്ങനെ വയ്ക്കണം ഭയങ്കര ഇഷ്ടമാണ്. പൊന്നു താഴെ ഇറങ്ങാൻ ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർക്കാണെങ്കിലും തക്കാളി പുളിയുള്ളതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും കോവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് ഇത് എണ്ണ ഇട്ട് മൂപ്പിച്ചല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇത് ഇളക്കി അധികം ഒന്ന് മൂടി വയ്ക്കുക, എന്നിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യണം. അപ്പം ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാം. ആ തേങ്ങ അരച്ച ചാറ് കഴുകി ജസ്റ്റ് ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആവി കയറിയപ്പോൾ ഞാനൊന്ന് മൂടലെടുത്ത് നോക്കിയതാട്ടോ, ഒന്ന് ഇളക്കിയിടണം. ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ മൂടി വെച്ച് ഒന്നുകൂടെ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അല്പം ഡ്രൈ ആവാൻ വേണ്ടി ഇത് നിരത്തി വെച്ചു കേട്ടോ. ഇപ്പോൾ പാകമായിട്ടുണ്ട്. നല്ല ചെമ്മീൻ്റെ ഒക്കെ സ്മെല്ലും ഉണ്ട്, നല്ല സൂപ്പറാട്ടോ. ചോറുണ്ണാൻ വേറെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ഇതുകൊണ്ട് നന്നായിട്ട് ചോറുണ്ണാൻ പറ്റും കേട്ടോ. പച്ചത്തക്കാളിയൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇനി ഒരു അടിപൊളി വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.